Good morning, dear students. How are you all? You will be fine, I think. By the way, we are going to our next online class on our text appreciating poetry. We are going today to learn our next poetry, I Am Your Man, by Leonard Cohen. It is the last poetry in module 2. Okay, let's go to the poetry. A short description about the poetry. Okay, listen. I'm Your Man is a romantic song that describes the passionate and desperate love of the man for his beloved. ഈ കവിത ഒരു റൊമാൻറ്റിക് സോങ് ആണ്, ഒരു പാട്ടാണിത്. അത് ഡിസ്ക്രൈബ്സ് ദ പാഷനേറ്റ് ആൻഡ് ഡെസ്പറേറ്റ് ലവ്, വികാരഭരിതമായ ഫീലിങ്ങുകൾ നിറഞ്ഞുകൊണ്ടുള്ള ആൻഡ് ഡെസ്പറേറ്റ് നിരാശയോട് കൂടിയുള്ള ഒരു പ്രണയം ഓഫ് ദ മാൻ, ഒരു വ്യക്തിയുടെ, ഫോർ ഹിസ് ബിലൗഡ്, തൻ്റെ കാമുകിയോടുള്ള. റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് ആസ് അസിമെട്രിക്കൽ സ്റ്റാൻസാസ്. ഇത് എഴുതപ്പെട്ടത് ഫ്രീ വേഴ്സിലാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സ്റ്റാൻസയോ കൃത്യമായ മീറ്ററോ റൈമോ ഒന്നും കൂടാതെ അസിമെട്രിക്കൽ സ്റ്റാൻസ എന്ന് പറഞ്ഞ ഒരു ക്രമരഹിതമായ സ്റ്റാൻസകളാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ വില്ലിങ്നെസ് ഓഫ് ദ പോയിൻ്റ് നോട്ട് ചെയ്ത് നോക്കട്ടെ, അസിമെട്രിക്കൽ സ്റ്റാൻസകളാണ് എന്നുള്ളത്. വിത്ത് ഡിസോർഡേർഡ് മീൻസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ വില്ലിങ്നെസ് ഓഫ് ദ ലവർ ടു ടേക്ക് ഓൺ ആൻഡ് റോൾ ഫോർ ദ സേക്ക് ഓഫ് ഹിസ് ബിലവഡ്. ഇത് വിശദീകരിക്കുന്ന വില്ലിങ്നെസ് ഓഫ് ദ ലവർ, ഒരു കാമുകൻ്റെ ആഗ്രഹം, റെഡിനെസ് ടു ടേക്ക് ഓൺ എനി റോൾ ഫോർ ദ സേക്ക് ഓഫ് ഹിസ് തൻ്റെ കാമുകിക്ക് വേണ്ടി എന്ത് റോളും ഏറ്റെടുക്കാനുള്ള ഒരു കാമുകൻ്റെ വില്ലിങ്നെസ് ആണ്, റെഡിനെസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദ ലവർ ഹാസ് മെയ്ഡ് മെനി പ്രോമിസസ് ടു ഹിസ് ബിലവഡ്. ഈ കാമുകൻ ഒരുപാട് വാഗ്ദാനങ്ങൾ തൻ്റെ കാമുകിക്ക് നൽകിയിട്ടുണ്ട്, വിച്ച് ഹീ കുഡ് നോട്ട് കീപ്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് നിറവേറ്റാൻ കഴിയാതെ പോയിട്ടുണ്ട്. ദാറ്റ് ഡസ് നോട്ട് പ്രിവെൻറ്റ് ഹിം ഫ്രം മേക്കിംഗ് ഫെർദർ പ്രോമിസസ്. പക്ഷേ നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പ്രോമിസുകൾ കൊടുക്കുന്നത് നിർത്തുന്നില്ല, വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. The poem is replete with erotic imagery which heightens the romantic mood and the desperation of the lover. ഈ ഒരു കവിത it is replete means abundant, നിറഞ്ഞു നിൽക്കുന്നതാണ്. with erotic imagery means a kind of sexual desires. It will arouse sexual desire or emotions എന്നർത്ഥം. അപ്പോൾ അത്തരത്തിലൊരു സെക്ഷൽ ആയിട്ടുള്ള ഇമേജറികളൊക്കെ കൊണ്ടുവന്നുകൊണ്ടുള്ള വിച്ച് ഹൈറ്റൻസ് ദ റൊമാൻറ്റിക് മൂഡ്. അതൊരു റൊമാൻറ്റിക് മൂഡിന് എന്ത് ചെയ്യുന്നു, ഏറ്റവും റൈസിങ്, ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ദ ഡെസ്പറേഷൻ ഓഫ് ദ ലവർ, അതേപോലെ ഈ കാമുകൻ്റെ നിരാശയെയും. ഹു ഈസ് വില്ലിങ് ടു ഗോ എനി എക്സ്റ്റെൻറ്റ് ഫോർ ദ സേക്ക് ഓഫ് ഹീസ് ബിലോഡ്. തൻ്റെ കാമുകിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാമുകൻ്റെ നിരാശയും അതിലൂടെ അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഷോർട്ട് note about the poetry. Okay, let's go to the poetry. It is a simple poetry. You can understand very simply its lines. Okay, listen. If you want a lover, I will do anything you ask to me. The speaker asks to his beloved, it is lover. Then തൻ്റെ കാമുകിയോട് ചോദിക്കുകയാണ്, if you want a lover, നിനക്കൊരു കാമുകനെ ആവശ്യമുണ്ടെങ്കിൽ, if you want a lover, നീ ആവശ്യപ്പെടുന്ന കാമുകനെയാണെങ്കിൽ, ഐ വിൽ ഡു എനിത്തിങ് യു ആസ്ക് ടു മീ, ഞാൻ നീ ആവശ്യപ്പെടുന്ന എന്തും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഐ വിൽ ഡു എനിത്തിങ്, തൻ്റെ കാമുകിയോടാണ് പറയുന്നത്. ആൻഡ് ഇഫ് യു വാണ്ട് അനദർ കൈൻഡ് ഓഫ് ലവ്, നീ ആഗ്രഹിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള പ്രണയമാണെങ്കിൽ, ഇഫ് യു വാണ്ട് അനദർ കൈൻഡ് ഓഫ് ലവ്, ഐ വിൽ വെയർ എ മാസ്ക് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി ഒരു മുഖാവരണം ധരിക്കാനും തയ്യാറാണ്. മാസ്ക് ഫോർ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ് ഓർ ചേഞ്ച് മൈ അപ്പിയറൻസ് എന്നൊക്കെയുള്ള അർത്ഥം. ഐ വിൽ വെയർ മാസ്ക് ഫോർ യു. ഇഫ് യു വാണ്ട് എ പാർട്ട്ണർ, നീ ആഗ്രഹിക്കുന്നത് ഒരു പാർട്ട്ണറെയാണെങ്കിൽ, ടേക്ക് മൈ ഹാൻഡ്, പ്ലീസ് ടേക്ക് മൈ ഹാൻഡ്. ദ സ്പീക്കർ സേസ് ടു ഹിസ് ബിലവഡ്, പ്ലീസ് ടേക്ക് മൈ ഹാൻഡ്. ഓർ ഇഫ് യു വാണ്ട് ടു സ്ട്രൈക്ക് മീ ഡൗൺ ഇൻ ആങ്കർ, അതല്ല നീ ആഗ്രഹിക്കുന്നത് എന്നോട് കലഹിക്കാൻ, എന്നെ ഇടിച്ചു താഴെയിടാനാണെങ്കിൽ, സ്ട്രൈക്ക് മീ ഡൗൺ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോട്, ഇൻ ആങ്കർ, ദേഷ്യത്തോടു കൂടി എന്നെ ഇടിച്ച് താഴെയിടാനാണ്, എന്നോട് കലഹിക്കാനാണെങ്കിൽ, എന്നോട് പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ, ഹിയർ ഐ സ്റ്റാൻഡ്. പോയിറ്റ് സൈസ് ഹിയർ ഐ സ്റ്റാൻഡ്, ഹിയർ ഐ ആം റെഡി ടു അക്സെപ്റ്റ് യു, യുവർ എനി ഹിറ്റ്സ് എന്നൊക്കെ അർത്ഥം. ഐ ആം യുവർ മാൻ ബിക്കോസ് ഐ ആം യുവർ മാൻ. സ്റ്റാൻസയിൽ കൂടുതൽ പിന്നെ വിശദീകരിക്കേണ്ടതായിട്ടൊന്നുമില്ല. കൃത്യമായ ആ ഒരു പോയറ്റിൻ്റെ എക്സ്ട്രീം, ആ ലവിൻ്റെ അങ്ങേയറ്റത്തെ ഫോം അദ്ദേഹം എന്ത് ചെയ്യാണ്, പ്രകടിപ്പിക്കുകയാണെന്നർത്ഥം. ഐ ആം റെഡി ടു ഡു എനിത്തിങ് ഫോർ മൈ ലവർ എന്നുള്ള അത് പ്രകടിപ്പിക്കുന്നതാണ്. ഇൻ സെക്കൻഡ് സ്റ്റാൻസ, ഇഫ് യു വാണ്ട് എ ബോക്സർ, ഐ വിൽ സ്റ്റെപ്പ് ഇൻ ടു ദ റിംഗ് ഫോർ യു. നിനക്ക് വേണ്ടത് ഒരു ബോക്സറെയാണെങ്കിൽ, ഒരു ബോക്സിംഗ് താരത്തെയാണെങ്കിൽ, ഐ വിൽ സ്റ്റെപ്പ്
the ring for you. I am ready to go to the ring for you, to fight with you എന്നർത്ഥം. I will step into the ring for you. റിംഗ് എന്ന് പറഞ്ഞാൽ ബോക്സിങ് നടക്കുന്ന റിങ്ങിന്. ആൻഡ് ഇഫ് യു വാണ്ട് എ ഡോക്ടർ, നീ ആഗ്രഹിക്കുന്നത് ഒരു ഡോക്ടറെയാണെങ്കിൽ, ഐ വിൽ എക്സാമിൻ എവറി ഇഞ്ച് ഓഫ്, ഞാൻ നിൻ്റെ ഓരോ ഇഞ്ചും പരിശോധിക്കുന്നതിന്. ഇഫ് യു വാണ്ട് എ ഡ്രൈവർ, ക്ലൈംബ് ഇൻസൈഡ്, നീ ആഗ്രഹിക്കുന്നത് ഒരു ഡ്രൈവറെയാണെങ്കിൽ ക്ലൈംബ് ഇൻസൈഡ്, ഇങ്ങോട്ട് കയറി വാ. ഓർ ഇഫ് യു വാണ്ട് ടു ടേക്ക് മീ ഫോർ എ റൈഡ്, നീ ആഗ്രഹിക്കുന്നത് എന്നെ ഒരു റൈഡിന് കൊണ്ടുപോകാനാണെങ്കിൽ, യു നോ യു ക്യാൻ, നിനക്ക് സാധിക്കും. യു നോ, നിനക്കറിയോ, നീ യു ക്യാൻ നിനക്ക് സാധിക്കും. ഐ ആം യുവർ മാൻ ബിക്കോസ് ഐ ആം യുവർ മാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയിലും സൂചിപ്പിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എനി പൊസിഷൻ ഹീ ഈസ് റെഡി ഫോർ ഹർ എന്നർത്ഥം. എന്ത് പൊസിഷനായിട്ടും പിന്നെ അദ്ദേഹം തൻ്റെ കാമുകിക്ക് വേണ്ടി റെഡിയാണ്. ഒരു ബോക്സറാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്, ഡോക്ടറാണെങ്കിൽ ആഗ്രഹമെങ്കിൽ അതിന് തയ്യാറാണ്, ഡ്രൈവറാണെങ്കിൽ അങ്ങനെയൊക്കെ ഓരോന്നും കളിലൂടെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കലി ഹീസ് വെരി ലവിങ്, ഹീസ് ബിലവ്ഡ് എന്നുള്ള ഒരു സൂചന കൂടിയുണ്ട്. ദ മൂൺസ് ടു ബ്രൈറ്റ്, ദ ചെയിൻസ് ടു ടൈറ്റ്, the beast won't go to sleep. I have been running through these promises to you that I made and I could not keep. And another kind of imagery. The moon is too bright. ചന്ദ്രൻ അങ്ങേയറ്റം പ്രകാശം ചൊരിഞ്ഞു നിൽക്കുകയാണ്. The chain is too tight. ഓരോ ചെയിനുകളും വളരെ മുറുകി നിൽക്കുന്നു. The beast won't go to sleep. ആ ഒരു വന്യമൃഗം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഗോ ടു സ്ലീപ്പ്, ഉറക്കത്തിലേക്ക് പോകുന്നില്ല. ഐ ഹാവ് ബീൻ റണ്ണിങ് ത്രൂ ദീസ് പ്രോമിസസ് ടു യു, ഞാനിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ, നിനക്ക് നൽകിയ വാഗ്ദാനങ്ങളിലൂടെ. ദാറ്റ് ഐ മേഡ് ആൻഡ് ഐ കുഡ് നോട്ട് കീപ്പ്, ഒരിക്കലും എനിക്ക് പക്ഷെ ഞാൻ പ്രോമിസുകൾ നൽകിയെന്ന് മാത്രം, ഐ കുഡ് നോട്ട് കീപ്പ്, ഐ കുഡിൻ കീപ്പ് ഇറ്റ് എന്നർത്ഥം. എനിക്കത് നിറവേറ്റാൻ ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത ആ ഒരു പ്രോമിസുകളായി മാറിയെന്നർത്ഥം. ബട്ട് എ മാൻ നെവർ ഗോട്ട് എ വുമൺ ബാക്ക്, not by begging on his knees, or I will crawl to you, baby, and I will fall at your feet, and I will call at your beauty like a dog in heat, and I would claw at your heart, and I would tear at your cheek. എന്നിട്ട് ശേഷം പറയുന്നത്, ബട്ട് എ മാൻ നെവർ ഗോട്ട് എ വുമൺ ബാക്ക്, ഒരിക്കലും ഒരു പുരുഷന് ഒരു സ്ത്രീയെ ഇതുപോലെ കിട്ടിയിട്ടില്ല, ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ലവറെ കിട്ടിയിട്ടില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. എ മാൻ നെവർ ഗോട്ട് എ വുമൺ ബാക്ക്, തിരിച്ചു കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു സ്നേഹം. നോട്ട് ബൈ ബെഗിങ് ഓൺ ഹീസ് നീസ്, അവൻ്റെ കാൽമുട്ടിൽ പിന്നെ യാചിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവനോട് കെഞ്ചിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കിട്ടിയിട്ടില്ല. ഓർ ഐ വുഡ് ക്രോൾ ടു യു ബേബി ആൻഡ് ഐ വിൽ ഫാൾ അറ്റ് യുവർ ഫീറ്റ്, ഞാൻ നിന്നിലേക്ക് ക്രോൾ എന്ന് പറഞ്ഞാൽ ഇഴുന്ന, ഓർ ഐ വിൽ ഫാൾ അറ്റ് യുവർ ഫീറ്റ്, നിൻ്റെ കാൽപാദങ്ങളിലേക്ക് വീഴുന്ന. ആൻഡ് ഐ വുഡ് ഹോൾ അറ്റ് യുവർ ബ്യൂട്ടി ലൈക്ക് എ ഡോഗ് ഇൻ ഹീറ്റ്, അല്ലെങ്കിൽ ഐ വുഡ് ഹോൾ മീൻസ് ഒരു ഓരിയിടുക, ഉറക്കെ അലറിക്കറിയുക, അറ്റ് യുവർ ബ്യൂട്ടി, നിൻ്റെ സൗന്ദര്യം കണ്ടിട്ട്, ലൈക്ക് എ ഡോഗ് ഇൻ ഹീറ്റ്, നല്ല ഹീറ്റിൽ പറഞ്ഞാൽ ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു നായയെ പോലെ എന്നർത്ഥം, ഒരു സിമിലിയാണ് അതർത്ഥം. ആൻഡ് ഐ വുഡ് ക്ലോ അറ്റ് യുവർ ഹാർട്ട്, ഐ വിൽ ക്ലോ മീൻസ് നല്ല ഈ ക്ലോ എന്ന് പറഞ്ഞാൽ നല്ല നഖം വെച്ച് മാന്തുക അല്ലെങ്കിൽ അള്ളിപ്പിടിക്കുക എന്നൊക്കെ അർത്ഥം. ക്ലോ അറ്റ് യുവർ ഹാർട്ട്, നിൻ്റെ ഹൃദയത്തിലേക്ക്. ആൻഡ് ഐ വുഡ് ടിയർ അറ്റ് യുവർ ഷീറ്റ്, ഞാൻ നിന്നെ കീറി പറിക്കും എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രണയത്തിൻ്റെ അങ്ങേയറ്റം പ്രകടിപ്പിക്കുന്ന, പ്രണയം മാത്രമല്ല സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ഓൾസോ, അത് പ്രകടിപ്പിക്കുന്ന ഒരു സ്ത്രീയും പുരുഷൻ്റെ നേരെ ഇങ്ങനെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഐ വുഡ് സേ പ്ലീസ് ഐ ആം യുവർ മാൻ. ആ ഒരു വരിയും ഒരു സെക്ഷുവാലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ഐ ആം യുവർ മാൻ. വീണ്ടും അദ്ദേഹം ആ ഒരു വരി റെഫറൈനായിട്ട് കൊണ്ടുവരികയാണ്. ഞാൻ നിൻ്റെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഗോയിങ് ടു നെക്സ്റ്റ് സ്റ്റാൻസ. ആൻഡ് ഇഫ് യു ഹാവ് ഗോട്ട് ടു സ്ലീപ്പ് എ മൊമെൻറ്റ് ഓൺ ദി റോഡ്, ഐ വിൽ സ്റ്റേ ഫോർ യു. ഇഫ് യു വാണ്ട് ടു സ്ലീപ്പ് എ മൊമെൻറ്റ് ഓൺ ദി റോഡ് എന്ന് പറഞ്ഞാൽ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത്, നീ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് അല്പം ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓൺ ദി റോഡ് ഐ വിൽ സ്റ്റിയർ ഫോർ യു, ഐ വിൽ കൺട്രോൾ ദ വെഹിക്കിൾ ഫോർ യു എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിക്കും ആ വാഹനം. ആൻഡ് ഇഫ് യു വാണ്ട് ടു വർക്ക് ദ സ്ട്രീറ്റ് അലോൺ, ഐ വിൽ ഡിസപ്പിയർ ഫോർ യു. ഇഫ് യു വാണ്ട് ടു വർക്ക് സ്ട്രീറ്റ് അലോൺ, നീ സ്ട്രീറ്റിൽ നിൻ്റെ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഐ വിൽ ഡിസപ്പിയർ ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി അവിടുന്ന് അപ്രത്യക്ഷം, നിന്നെ ബുദ്ധിമുട്ടിക്കുക ഒരിക്കലും ഐ വിൽ നെവർ ബോദർ യു എന്നർത്ഥം, ഞാൻ ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. ഇഫ് യു വാണ്ട് എ ഫാദർ ഫോർ യുവർ ചൈൽഡ്, നിൻ്റെ മക്കൾക്കൊരു അച്ഛനെയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഓർ ഓൺലി വാണ്ട് ടു വാക്ക് വിത്ത് മീ എ വൈൽ അക്രോസ് ദ സാൻഡ്,
അല്ലെങ്കിൽ ഓൺലി വാക്ക് വിത്ത് എന്നോട് കൂടെ നീ നടക്കാനാണ് ആഗ്രഹിക്കുക, എ വൈൽ അക്രോസ് ദ സാൻഡ്, മണൽ തീരത്തിലൂടെ അങ്ങനെ നടക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ കം ടു മീ, ഐ ആം യുവർ മാൻ എന്നാണ് പോയറ്റ് സൂചിപ്പിക്കുന്നത്. എന്നിലേക്ക് നീ വാ, ഐ ആം യുവർ മാൻ, ഐ ആം റെഡി ടു ബി എ ഗുഡ് ലവർ ഫോർ യു എന്നർത്ഥം. And next stanza, if you want a lover, I will do anything you ask me to. And if you want another kind of love, I will wear a mask for you. ഒന്നാമത്തെ സ്റ്റാൻസ തന്നെ വീണ്ടും ആവർത്തിച്ച് കൊണ്ടുവരികയാണ്. ഐ വിൽ, ഇഫ് യു വാണ്ട് എ ലവർ, നീ ആഗ്രഹിക്കുന്നത് ഒരു ലവറെയാണെങ്കിൽ, ഐ വിൽ ഡു എനിത്തിങ് യു ആസ്ക് മീ ടു, ഞാൻ നീ പറയുന്നതെന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ്. ആൻഡ് ഇഫ് യു വാണ്ട് അനദർ കൈൻഡ് ഓഫ് ലവ്, നീ ആഗ്രഹിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള, ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ഈ തരത്തിലല്ല, മറ്റൊരു തരത്തിലുള്ള പ്രണയമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഐ വിൽ വെയർ എ മാസ്ക് ഫോർ യു, മീൻസ് ഐ ആം റെഡി ടു ചേഞ്ച് മൈ പേഴ്സണാലിറ്റി എന്നുള്ളതാണ് ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെയർ മാസ്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മനസ്സിലാക്കാം, ഹീ ഈസ് നോട്ട് റെഡി ടു ചേഞ്ച് ഹിസ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ തൻ്റെ ഇൻഡിവിജ്വാലിറ്റി, അദ്ദേഹത്തിൻ്റെ സ്വത്വത്തെ അദ്ദേഹം മാറ്റാൻ തയ്യാറാവും എന്ന് തോന്നുന്നില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഹീസ് റെഡി ടു ചേഞ്ച് ഹിസ് പേഴ്സണാലിറ്റി, ഐ മീൻ ഹീസ് റെഡി ടു ചേഞ്ച് ഹിസ് മാസ്ക്, ടു ചേഞ്ച് ഹിസ് ഫേസ്, ചേഞ്ച് ഹിസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സം കൈൻഡ് ഓഫ് അതർ ഫീച്ചേഴ്സ് ഓഫ് ഹിസ് ബിഹേവിയർ. അതിന് റെഡിയാണ് എന്നർത്ഥം. എന്തിനു വേണ്ടി? ഫോർ ഹിസ് ബിലവ്ഡ്, തൻ്റെ കാമുകിക്ക് വേണ്ടി. അതാണ് ഐ വിൽ വെയർ എ മാസ്ക് ഫോർ യു. മാസ്ക് ധരിക്കുക എന്നുള്ള വാക്കും തന്നെ നമുക്ക് കിട്ടുന്നത് ആ കാമുകിക്ക് വേണ്ടി പ്രത്യേകം ചെയ്യാനേ, തൻ്റെ സ്വഭാവ ഗുണങ്ങളെ പ്രകടിപ്പിക്കാതിരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ പോയട്രി വളരെ സിമ്പിൾ പോയട്രിയാണ്, സിമ്പിൾ ലൈൻസാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഒന്നുകൂടി ഓർത്ത് വെക്കുക. അതായത് ഒരു കാമുകൻ്റെ എക്സ്ട്രീം ഡിസയർ ടു ഹിസ് ബിലവ്ഡ്, അദ്ദേഹം കാമുകിക്ക് എന്തിനും റെഡിയാണ്. കാമുകിയുടെ ജീവിതത്തിൽ തുടരാൻ അദ്ദേഹം ഒരുപാട് പ്രോമിസുകൾ നൽകി. ആ പ്രോമിസുകൾ അദ്ദേഹം നിറവേറ്റാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അതുകൊണ്ട് തൻ്റെ സ്നേഹം ഇല്ലാതാവുന്നില്ല, ഇനിയും പ്രോമിസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു വെക്കുന്നു. അത്ര ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ലവ് ഓഫ് എ ലവർ ടു ഹിസ് ബിലവ്ഡ് എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പല രീതികൾ, പല എക്സ്പ്രഷൻസ്, അതിൽ ഈ പോയട്രി ശ്രദ്ധിക്കേണ്ട ഒരുപാട് സെക്ഷൽ ഓർ എറോട്ടിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്നിട്ട് സെക്ഷൽ ഡിസയർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില വരികൾ അദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ പോയിൻ്റ് നോട്ട് ചെയ്യേണ്ടതാണ്. കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നുണ്ട് നോക്കാം. ലെനാർഡ് കോഹൻ 1934-2016 കനേഡിയൻ സിംഗറാണ് അദ്ദേഹം. സോങ് റൈറ്റർ, പോയറ്റ്, ഹു ഈസ് കൺസിഡർഡ് ഈക്വൽ ടു ദ നോബൽ പ്രൈസ് വിന്നിംഗ് ബോബ് ഡിലാൻ. നോബൽ പ്രൈസ് ജേതാവായിട്ടുള്ള ബോബ് ഡിലാൻ ഈക്വലായിട്ട് കാണുന്ന ഒരാളാണ് അദ്ദേഹം. ഹി ഹെയിൽഡ് ഫ്രം എൻ ഓർത്തഡോക്സ് ജൂയിഷ് ഫാമിലി, ഒരു ജൂത കുടുംബത്തിൽ നിന്ന്, ഓർത്തഡോക്സ് ജൂത ഫാമിലിയിൽ നിന്ന് അദ്ദേഹം വന്നു. ഹിസ് മദർ വാസ് ലിത്വാനിയൻ എന്ന് പറഞ്ഞാൽ ലിത്വാനിയ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നുള്ള. ആൻഡ് ഹിസ് ഫാദർ വാസ് പോളിഷ്, പോളണ്ടുകാരനായിരുന്നു. ബോത്ത് ഓഫ് ഹിസ് വാസ് പാരൻസ് ഹാഡ് മൈഗ്രേറ്റഡ് ടു കാനഡ, രണ്ടുപേരും കാനഡയിലേക്ക് കുടിയേറി പാർത്തവരാണ്. He says that he had a very messianic childhood, was told was a descendant of Aaron the high priest. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടത്, അദ്ദേഹം പറയുന്നത് ഈ ഹാഡ് എ മെഷിയാനിക് എന്ന് പറഞ്ഞാൽ മെഷിയ, അതായത് ക്രിസ്ത്യൻ മിഷിഹയുമായി ബന്ധപ്പെട്ട ഒരു ചൈൽഡ്ഹുഡാണ്. വാസ് എ ഡിസെൻഡൻ്റ് ഓഫ് ആരൻ്റെ ഒരു പിൻഗാമി എന്നുള്ള രീതിയിലാണ്. ദ ഹൈ പ്രീസ്റ്റ് ആയിട്ടുള്ള ആരൻ്റെ. അറ്റ് സ്കൂൾ ഹിസ് മെൻറ്റർ വാസ് എ കനേഡിയൻ പോയറ്റ് ഇർവിംഗ് ലൈറ്റൺ. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ മെൻറ്റർ അധ്യാപകൻ ആരായിരുന്നു? കനേഡിയൻ പോയറ്റായിട്ടുള്ള ഇർവിംഗ് ലൈറ്റനാണ്. ദ അതർ റൈറ്റേഴ്സ് ഹു ഇൻഫ്ലുവൻസ്ഡ് ഹിം വേർ വില്യം ബട്ട്ലർ യീറ്റ്സ്, വാൾട്ടർ വിറ്റ്മാൻ, ഫ്രെഡറിക്കോ ഗാർഷ്യ ലോക്ക ആൻഡ് ഹെൻറി മില്ലർ. ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ പോയട്രി ആൻഡ് മ്യൂസിക് ഫ്രം ഹിസ് സ്കൂൾ ഡേയ്സ്. താല്പര്യം ഉണ്ടായിരുന്നു സ്കൂൾ കാലം മുതൽ. ഇറ്റ് വാസ് ഹിസ് മദർ ഹു ട്രിഗേർഡ് ഹിസ് പാഷൻ ഫോർ മ്യൂസിക് വെൻ ഷീ സാങ് സോങ്സ് അറ്റ് ഹോം. ഇവർ രണ്ടുപേരും ഒന്നിച്ച് പ്രധാന പ്രചോദനം തൻ്റെ അമ്മയായിരുന്നു എന്നർത്ഥം. ഒരുപാട് പ്രചോദനം അമ്മയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കവിത എഴുതുന്നത്. ഷീ വുഡ് സിംഗ്, അവർ ഒന്നിച്ച് പാടിയിരുന്നു എന്നാണ് പറയുന്നത്. ഷീ വുഡ് സിംഗ് വിത്ത് ആസ് വെൻ ഐ ടുക്ക് മൈ ഗിറ്റാർ ടു എ റെസ്റ്റോറൻറ്റ് വിത്ത് സം ഫ്രണ്ട്സ്. എൻ്റെ സുഹൃത്തുക്കളോട് കൂടെ ഞാൻ പാട്ട് പാടുമ്പോൾ എൻ്റെ അമ്മയും കൂടെ എൻ്റെ കൂടെ വന്ന് പാടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. മൈ മദർ വുഡ് കം ആൻഡ് വി വുഡ് ഓഫൺ സിംഗ് അറ്റ് ഓൾ നൈറ്റ്. എൻ്റെ അമ്മ വന്നിട്ട് ഞങ്ങൾ രാത്രി മുഴുക്കെ പാട്ട് പാടിയിരിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ആസ് ആൻ അഡോളസെൻറ്റ് ഹി ലവ് ടു പ്ലേ ഗിറ്റാർ. ഒരു അഡോളസെൻ്റ് പ്രായത്തിൽ അദ്ദേഹം ഗിറ്റാർ വായിക്കാൻ താല്പര്യപ്പെട്ടു. ഹിസ് ഫോറെ ഇൻ ടു മ്യൂസിക് ബിഗാൻ വിത്ത് ഫോർമേഷൻ ഓഫ് എ കൺട്രി ഫോക്ക് ഗ്രൂപ്പ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലേക്കുള്ള ഒരു തുടക്കം എന്തിലൂടെയാണ്? അദ്ദേഹം കൺട്രി ഫോക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു നാടൻ പാട്ടുമായിട്ടുള്ളൊരു ഗ്രൂപ്പ്. ദാറ്റ് ഹി കോൾഡ് ബക്സ്കിൻ ബോയ്സ് എന്ന പേരിലുള്ള ഒരു ഗ്രൂപ്പ്. ഇനീഷ്യലി ഹി ട്രെയിൻഡ് ഹിംസെൽഫ് ടു പ്ലേ ദ അക്കോസ്റ്റിക് ഗിറ്റാർ. ആദ്യമായി അദ്ദേഹം പരിശീലിച്ചത് അക്കോസ്റ്റിക് ഗിറ്റാർ വായിക്കുന്നതിനാണ്. ലേറ്റർ ഹി സ്വിച്ച്ഡ് ഓവർ ടു ദ ക്ലാസിക്കൽ ഗിറ്റാർ ഓൺ ബീങ് ഇൻസ്പയർഡ് ബൈ സ്പാനിഷ് ഗിറ്റാർ പ്ലെയർ. ഒരു സ്പാനിഷ് ഗിറ്റാർ പ്ലെയറിൽ പ്രചോദനനായി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിക്കൽ ഗിറ്റാർ കൂടി വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്രയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി പോയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ വിട്ടുതരാം. ഓക്കെ, സി യു.